ഒരു ഫൗണ്ടറുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മളിത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. 2.5 വർഷത്തോളം വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ആളുടെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മുടെ കമ്പനിക്ക് ക്ലയൻസ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് ടീം മെമ്പേഴ്സും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനിക്ക് റവന്യൂ കൊണ്ടുവരുന്നത് ആരാണ്? ആ ക്ലയൻസാണ്. പക്ഷേ ആ കമ്പനി സസ്റ്റെയിൻ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു വലിയ പക്ഷം കിടക്കുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്താണ്. കാരണം എന്താ വെച്ചാൽ, ടീം മെമ്പേഴ്സ് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കമ്പനിയുടെ സ്കെയിലിംഗ് നടക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു കമ്പനിയാണ്, ഒരുപാട് ക്ലയൻസ് ഉണ്ട്, പക്ഷെ അവരെ ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു ടീമില്ല എന്നുണ്ടെങ്കിൽ അവിടെ കാര്യമില്ല. ആ കമ്പനി എത്രയും പെട്ടെന്ന് തന്നെ ഓഫാക്കിയിട്ട് പോകേണ്ടി വരും. പക്ഷേ നല്ലൊരു ടീമുണ്ട്, ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കൂടെ ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ടീം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ കമ്പനി സ്കെയിൽ ചെയ്യാനും അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു ടീമിനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ടീമിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവരുടെ മൈൻഡ് സെറ്റും കൂടെ നോക്കേണ്ടതുണ്ട്. ആള് ഒരിക്കലും ഒരു റെസ്യൂമേ ബേസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ആളായിരിക്കരുത്. അതായത് 1-2 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി പുതിയൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വരുന്ന ആളാവരുത്. ഇത് എന്റെയും കൂടി കമ്പനിയാണ്, എനിക്കും ഈ കമ്പനിയിലേക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കൂടെ കമ്പനി ഗ്രോ ചെയ്യണം, അതിന്റെ കൂടെ ഞാനും ഗ്രോ ചെയ്യണം. ഈ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് ആ ഒരു കമ്പനിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആളെ നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു ഈഗോ മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാൾ മീൻസ് ആള് മേ ബി വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അയാൾ പഠിച്ചിട്ടുള്ള കുറേ തിയറീസ് ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ ബേസ് ചെയ്തിട്ട് ഇവിടെ വരുന്ന സമയത്ത്, ഇവിടുന്ന് പുതിയൊരു കാര്യം കൊടുക്കുന്ന സമയത്ത് അത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അതിനനുസരിച്ച് അയാൾ മോൾഡ് ചെയ്തിട്ട് സ്വയം അയാളുടെ ഭാഗത്ത് കറക്ഷൻസോ അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അയാൾ അതിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളും കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫൗണ്ടേഴ്സ് നമ്മുടെ എംപ്ലോയീസിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത്, ശരിക്കും എംപ്ലോയീസ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ടീം മെമ്പർ എന്ന് പറയുന്നതന്നെയാണ്. അവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവരുടെ മേലിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. വൺസ് നമ്മൾ അവരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മേലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അവർക്ക് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കുക, അവർക്ക് കൊടുക്കേണ്ട അപ്രീസിയേഷൻസ് കൊടുക്കുക, അപ്രീസിയേഷൻസ് പബ്ലിക്കായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകളുടെ ലീഡ് വെച്ചിട്ട് ആളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ പറയാണ്ട് പ്രൈവറ്റ് ആയിട്ട് ആൾക്ക് എന്ത് ചെയ്യാം, കറക്ഷൻസ് പറഞ്ഞു കൊടുക്കുക. പ്ലസ് അവരുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും ഒരു ലക്ഷറി ആയിട്ട് നമ്മൾ കാണുന്ന സാധനം. മീൻസ് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആള് ഹാപ്പി അല്ലെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള കാര്യങ്ങൾ കൊണ്ടായിക്കോട്ടെ, അത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു, അവിടെ തന്നെ തീർന്നു. ആക്ച്വലി അവരുടെ പ്രൊഡക്ടിവിറ്റി ലോസ് ആവും, അവരുടെ ക്രിയേറ്റിവിറ്റി ലോസ് ആവും, എല്ലാം അവിടെ സ്റ്റോപ്പ് ആവും. ആൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യൂല. അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഒരു ക്ലയന്റ് വന്നു, അയാൾ ക്ലോസ് ചെയ്യണം, ആ സെയിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളോട് സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പൊട്ടൻഷ്യലിൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എനർജി മൊത്തത്തിൽ അവിടെ ലോസ് ആയി. സോ അതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓണർ ആണെങ്കിൽ പോലും അയാളുടെ ഒരു സ്പേസ് വെച്ചുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ആളടുത്ത് സംസാരിച്ചിട്ട് എന്താണ് പ്രോബ്ലം, അതിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളടുത്തുണ്ടോ, ഇല്ലെങ്കിൽ പോട്ടെ, ജസ്റ്റ് സംസാരിച്ചാൽ മതി. ആളൊന്ന് വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ആൾ ഓക്കെ ആവും. സോ ആ രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആൾക്ക് നിർബന്ധമായിട്ടും കിട്ടണം. നമ്മളിപ്പോൾ ഒരു നല്ലൊരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള സാലറി കൊടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു മെന്റൽ സ്റ്റേറ്റസ് ആളുടെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത്. സോ ഇതെല്ലാം അറ്റ് എ ടൈമിൽ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഒരു വർക്ക് പ്ലേസ് ഉണ്ടായി വരുന്നത്. ഒരു ഫൗണ്ടർ എന്നുള്ള നിലക്ക് ജസ്റ്റ് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മുടെ ടീമിനെ സസ്റ്റെയിൻ ചെയ്യുക, അവരെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളൊക്കെ ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല സ്കെയിലിലേക്ക് നമ്മുടെ കമ്പനീനെ കൊണ്ടുവരാൻ പറ്റാത്തതാണ്. കോമൺ ആയിട്ട് ഫൗണ്ടേഴ്സ് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് അധികവും റിസൾട്ടിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് എന്ത് ചെയ്യും, ആള് ചെയ്തിട്ടുള്ള എഫേർട്ട് നമ്മൾ മറന്നുപോകും. ഒരുപാട് എഫേർട്ട് ആൾ ഇട്ടിട്ടുണ്ടാവും, അത് നോക്കാണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മനോഭാവം ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്.
മാത്രമല്ല ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. ഒരു ദിവസം നമ്മുടെ ക്ലയൻസിനോട് നമ്മുടെ ടീമിനോട് നന്നായിട്ട് പെരുമാറി, പിറ്റേന്ന് നമുക്ക് എന്തെങ്കിലും മൂഡ് സ്വിങ്സ് വന്നുകൊണ്ട് വളരെ മോശമായിട്ട് പെരുമാറുക, അതിന്റെ പിറ്റേ ദിവസം നല്ല രീതിയിൽ പെരുമാറുക. ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മീൻസ് നമ്മുടെ ഒരു പേഴ്സണൽ ട്രൈറ്റ് ആയിരിക്കും, പക്ഷെ അത് നമ്മളെ ടീം മെമ്പേഴ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവായിട്ടും ബാധിക്കും. മാത്രമല്ല നമ്മുടെ ടീം മെമ്പേഴ്സ് ഷോർട്ട് ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു പ്രശ്നം വരാം. പുതിയ ആളുകൾ എടുക്കുക, കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 1 year അല്ലെങ്കിൽ 2 years കഴിയുന്ന സമയത്ത് ആളെ ഒഴിവാക്കിയിട്ട് പുതിയ ആളുകളെ വെക്കുക. ഈ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കമ്പനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ആളുകളുടെ പേഴ്സണൽ സ്ട്രെങ്ത്, നമ്മുടെ ടീമിലുള്ള ഓരോ മെമ്പേഴ്സിന്റെയും പേഴ്സണൽ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ടീം വർക്കിനെ ഇത് ബാധിക്കും. നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിനെയും നമ്മുടെ റവന്യൂനെയും എല്ലാത്തിനെയും ഇത് ബാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.